കൂട്ടുകാരെ, ഞാൻ ഷിബി മോസസ് ആണ്. ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ ഈ മരമുല്ലയെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ ഈ മരമുല്ലയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുണ്ടാകുന്ന കായ്കളൊക്കെ പക്ഷികൾ വന്ന് കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇട്ടിരുന്നത്. ഇത് വേറൊരു വീഡിയോ ആണ്. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാവേ. ഇത് കണ്ടോ, ഇലകളെല്ലാം കൂടി വീണ് നല്ല മെത്ത പോലെ കിടക്കുകയാണേ. നല്ല രസമല്ലേ കാണാനായിട്ട്? എനിക്കത് കണ്ടപ്പോൾ നല്ല പ്രത്യേകത തോന്നി. നല്ല രസം, പ്രകൃതി ഒരുക്കിയ ഒരു മെത്ത, നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് എടുത്തതാണേ. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇനി പോകാവേ. ഇത് കണ്ടോ, ഈ വീഡിയോയിൽ ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത്. രാത്രിയിൽ ഈ മരമുല്ല പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. മരമുല്ല നിറച്ചും പൂക്കളായിരിക്കും. മിക്കവാറും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ചിലരെങ്കിലും പകലുണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ രാത്രിയിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് മൊത്തം വിരിയുന്നത്. നല്ല രസം. അത് മരം നിറച്ചുണ്ടാവുകയും ചെയ്യും. ഒരു ചെറിയൊരു കുറ്റിമരമാണ് ഇത് കേട്ടോ. മരം നിറച്ചുണ്ടാവുകയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി മാത്രമല്ല, അതിൻ്റെ മണം നല്ല സുഗന്ധമാണ്. നല്ല നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ നല്ലൊരു മണമാണേ. ആ മണം നമുക്ക് കുറച്ച് ദൂരം വരെയൊക്കെ കിട്ടും കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്ന് ഏതാണ്ട് രാത്രിയിൽ ഏതാണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ മണം കേട്ടിട്ട് ഓടിപ്പോയി പുറത്തിറങ്ങി നോക്കിയതാണ്. ഞങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത്. നല്ല മണമാണ് കേട്ടോ. എന്ത് രസമെന്നറിയാം കാണാനായിട്ട്. അതായത് ഇതുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഈ വെള്ള നിറമല്ലേ, വെള്ള നിറമാകുമ്പോഴത്തേന് ഈ മരം നിറച്ചു വെള്ള നിറമാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതെപ്പോഴെങ്കിലും നിങ്ങളെപ്പോഴെങ്കിലും കാണാനൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ കാണണം കേട്ടോ. ഇനി ആ പൂക്കൾ കൊഴിഞ്ഞു വീണ് കിടക്കുന്ന കാണിക്കുന്നത്, അതും ഒരു മെത്ത പോലെയാണ്. ഇത് കണ്ടോ, നമുക്കിത് മറ്റേ ഇല കൊണ്ടുള്ള ഒരു മെത്തയും പൂക്കളിൻ്റെ ഇതൾ കൊണ്ടുള്ള ഒരു മെത്തയും രണ്ടും നല്ല രസമല്ലേ കാണാനായിട്ട്. അതിൻ്റെ ആ രസം കണ്ടിട്ട് ഞാൻ എടുത്ത കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാത്രിയല്ലേ നമുക്കിങ്ങനെ, അത് പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേനാണ് ഇങ്ങനെ കേട്ടോ. ഒരു ഉച്ചയാകാറാകുമ്പോഴത്തേന് ഇത് മൊത്തം പൊഴിയാൻ തുടങ്ങും. രാവിലെ ആകുമ്പം തന്നെ പതുക്കെ കൊഴിയാൻ തുടങ്ങും. ഉച്ചയാകുമ്പോഴത്തേനും മൊത്തം കൊഴിയും കണ്ടോ. ഇപ്പം ആ മരത്തിൽ അധികം പൂക്കളൊന്നും ഇല്ലല്ലോ. മൊത്തം ഏകദേശമൊക്കെ പൊഴിയാൻ തുടങ്ങി. ആ പൊഴിഞ്ഞപ്പോഴും നല്ല രസമാണ് കാണാൻ കേട്ടോ. കുറച്ചേ ഉള്ളെങ്കിലും ആ കമ്പയിലൊക്കെ നിറച്ചും പൂക്കളായിരുന്നു. ഇനിയും ഇനിയും വിരിയാനും ഉണ്ട്. അതിനെയും പക്ഷേ ഒത്തിരി കാണുകയില്ല. ഞാനതിനെ ഒന്ന് കുലുക്കി നോക്കിയേ. കുലുക്കിയപ്പോഴത്തേന് ഇങ്ങനെ കുറേ വീഴുന്നുണ്ടായിരുന്നേ ഇതളുകൾ. പക്ഷേ എനിക്കത് ഇതിൻ്റെ അകത്ത് എടുക്കാൻ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. എടുക്കാൻ പറ്റുമായിരുന്നു നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേനെ. നല്ല രസമായിരുന്നു അത് പൊഴിഞ്ഞ് വീഴുന്നത് കാണാനായിട്ട്. കണ്ടോ, ഞാനത് കുലുക്കിയപ്പോഴത്തേന് കണ്ടോ, അത് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല വീഴുന്നത്. നല്ല നിറച്ച് ഞങ്ങളുടെ മുറ്റം നിറച്ച് കിടക്കാൻ. ഓക്കെ, ബൈ.